ഗൈസ് നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പ്ലേസിൽ പോവാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെന്തോ സംഭവം എന്ന്. ഗൈസ് നമ്മളാണെങ്കിൽ ആ പോകുന്ന സ്ഥലം അതാണ്. എന്നത്തെ പോലത്തെ ഒരു വടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പോകുന്ന ഒരു കാട്ടിലാണെങ്കിൽ വലിയ പാമ്പൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. കാരണം പാമ്പ് പന്നി ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. സോ നമ്മൾ അതുകൊണ്ട് വടിയൊക്കെ നമ്മൾ കാട്ടിലോട്ട് കയറിയിരുന്നു. ഇപ്പൊ പന്നിയൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പയ്യെയാണ് പോകുന്നത്. ഇപ്പൊ മറയിലൊക്കെ കുറെ വടിയൊക്കെ ഉണ്ട്. ഗൈസ് നമ്മളാണെങ്കിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ. ഇവിടെ വന്നപ്പോൾ കുറേ റംബുത്താനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ റംബുത്താൻ പറിക്കാൻ പോവുക. കാട്ടിലെ റംബുത്താൻ കുക്കു തിന്ന് നല്ല മധുരമാണെന്നൊക്കെയാണ് പറയുന്നത്. ആണെങ്കിൽ ആ കാട്ടിലെ റംബുത്താനിൽ നിന്നൊരു റംബുത്താൻ കിട്ടും. അത് ഗൈസ് അത് ഭയങ്കര പുളിയാണെന്നാണ് പറയുന്നത്. കൊള്ളത്തില്ല ഗൈസ്. ഗൈസ് നമ്മൾ ആ ഒരു സ്പോട്ടിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ കാടായതുകൊണ്ട് ഇവർ വെട്ടിത്തെളിക്കുവാണ്. നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ കുറച്ച് തടസ്സം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ജോയലും മാത്രമേ ഉള്ളൂ. ജോയൽ ഹായ്. അവന് ഹായ് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഗൈസ് വലിയൊരു കുഴി വന്നു. കാരണം ഈ കുഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ചവിട്ടിയ വലിയ കുഴിയാന്നൊക്കെയാണ് പറയും. നമ്മളിവിടെ എത്തിയപ്പോഴാണ് ഒരു വലിയൊരു സംഭവം കണ്ടത്. ഈ ഒരു മരം, എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മരം ഒരു യക്ഷിപ്പാലയാണ് പറയുന്നത്. കാരണം ഇവിടെ നിറയെ യക്ഷികളുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 3 മണിയായപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം കുഞ്ഞാറ്റയ്ക്ക് അനുഭവം ഉണ്ടെന്നാണ്. കുഞ്ഞാറ്റ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ക്യാമറ പോലും വിറച്ചു പോയി അവളുടെ സംസാരം കണ്ടിട്ട്. ഞാൻ ആ മരം നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ആ യക്ഷിപ്പാല. കാരണം ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ആണി അടിച്ചു വെച്ചാൽ പണ്ട് പ്രേതത്തിനെ തളച്ചതാന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആരും വരത്തൊന്നുമില്ല. നമ്മുടെ വഴി തെറ്റി. ഇവിടെ ഞങ്ങൾ കുറേ നാളെ വരാത്തതുകൊണ്ട് ഇവിടെ കാട് പിടിച്ച് ബ്ലോക്ക് ആയി കിടക്കുക. അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലം, ഇതൊരു കപ്പത്തോട്ടമായിരുന്നു. ഇവിടെ ഇപ്പോൾ പന്നിയും കുറുക്കനൊക്കെ വന്ന് ഇതെല്ലാം നശിപ്പിച്ചിട്ടേക്കുക. ഞങ്ങൾ അതിൻ്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെങ്കിൽ ഇപ്പം നമ്മുടെ ശരിക്കുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു കുന്ന് കയറണം. അപ്പം കുന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാരണം കുക്ക് കയറാൻ വേണ്ടി കഷ്ടപ്പെടുവാണ്. അപ്പോൾ അടുത്ത കയറാൻ പോകുന്നത് ഞാനാണ്. കയറാൻ പറ്റുമോ എനിക്കറിയില്ല. വീഡിയോ എന്തായാലും ഓഫ് ആക്കുന്നില്ല. നമ്മൾ വടിയെ പിടിച്ചൊക്കെയാണ്. ആദ്യമാണ് സഹായി കുന്നിൻ്റെ മണ്ടയ്ക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റുന്നത്. എന്നെ ഇത് ചുഴലിക്കാറ്റ് വന്ന മരം വീണതാണ്. മൂടോടെ ഇതാണ് മരത്തിന്റെ ബാക്കി വെച്ച വേരൊക്കെയാണ്. അവിടെങ്ങാണ്ട് നിന്ന മരവാ. ചുഴലിക്കാറ്റ് വന്നപ്പോൾ പോയതാ. ഈ ചർക്കൻ എൻ്റെ മണ്ടയ്ക്ക് കയറിയെന്ന്. എൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ തന്നെ നമുക്ക് പത്തനംതിട്ട മൊത്തം കാണാനാണ് ഗൈസ്. ചുട്ടിപ്പാറയാണ് ആ കാണുന്നത്. പേടിക്കണ്ട ഗൈസ്, ഞാനെന്ന് ആ മരത്തിന്റെ പൊക്കത്തു നിന്ന് ഇറങ്ങിയതാ. കുക്കിന് കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഇനി അങ്ങോട്ടൊക്കെ പോവുക. എന്തെങ്കിലുമൊക്കെ കിട്ടും. ഗൈസ് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഈ വീടിന്റെ ഈ കാടിനകത്ത ഈ വീട് നമ്മൾ ഈ മതിൽ മുറിച്ച് കിടക്കണം. നമുക്കിപ്പം സഹായിക്കാനായിട്ട് ഇവന്മാരുണ്ട്. അപ്പം ഫസ്റ്റ് ആൻസി കയറുന്നുണ്ട്. അടുത്ത നമ്മുടെ കുക്ക് കയറാൻ വേണ്ടി പരിശ്രമിക്കും. നമുക്ക് കയറാൻ പറ്റുമോ ആവും. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ആ മതിൽ വിദഗ്ധമായി ചാടി കയറിയിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ കൂടെ ഇനിയും പോകാം നമുക്ക്. എന്നാലേ ഇത് അറിയോ പറമ്പാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്പോട്ട്. ഇപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. പണ്ടൊന്നും ഇവിടെ വീടൊന്നും ഇല്ല. ഇപ്പോൾ ഒരു 2-3 വർഷമായെന്ന് തോന്നുന്നു ഇവിടെ വീടൊക്കെ വന്നിട്ട്. നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ഹിഡൻ സ്പോട്ടാണ്. നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. വലിയൊരു സ്പോട്ട് മേളിലുണ്ട്. അത് പിന്നെ ഗൈസ് ഇതാണ് സ്ഥലം. ഇവിടെ കുറേ കൈതച്ചൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എയർടെലിൻ്റെ ടവർ. ഇനി എയർടെലിൻ്റെ ടവറിൻ്റെ മണ്ടയ്ക്കൊന്നും കയറുന്നില്ല. ഇതിൻ്റെ താഴോട്ട് ഇറങ്ങണം. അതാണ് ഞങ്ങളുടെ പ്ലാന്. ഇവിടെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. താഴെ വീടാ പൊടി പോലും കിട്ടുമെന്ന് ഇവർ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. കുഞ്ഞാറ്റെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയൽ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ പാറക്കാണ് ഗൈസ് ഞങ്ങൾ ഇറങ്ങി വന്നത്. സേഫ് ആയിട്ട് എന്തായാലും ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയും ഈ പാറയൊക്കെ കഴിഞ്ഞ് അടുത്ത പാറയിലോട്ട് കയറണം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല. അപ്പം നമ്മൾ ഈ പാറയൊക്കെ ഇറങ്ങി ഇനി നമ്മൾ ഉൾക്കാട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടാണ് പന്നിയും പെരുമ്പാമ്പും ഒക്കെ ഉണ്ടെന്ന് എല്ലാവരും. ചുരുളി വന്നപ്പോൾ നാശനഷ്ടം ഉണ്ടായത്. ചുരുളി അല്ലടി, ചുഴലി എന്ന് പറയണം. ചുരുളിയല്ല. ഓക്കെ, ചുഴലിക്കാറ്റ് വന്നപ്പോൾ പറഞ്ഞു പോയതാണ് അവൾ ഉദ്ദേശിച്ചത്. ചുരുളി സിനിമയുടെ കാര്യം അവൾക്ക് ഓർമ്മയുള്ളൂ. ഗായ്സ്, എന്തോ ഒരു മൃഗത്തിന്റെ ഫോസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് എടുത്താൽ പോലും കുഴപ്പമില്ല. കണ്ടോ, ഇത് എന്തോ എല്ലാം തോന്നുന്നു. എന്തോ ഒരു ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം മുന്നോട്ട് പോകുന്നത് അപകടമാണെന്ന് അറിയാം, എന്നാലും നമ്മൾ പോവാണ്. ഇതൊക്കെയാണല്ലോ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ്. എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പാറ കാണിച്ചു തരാം. അങ്ങനെ പാറയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയവരെല്ലാം പോയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അങ്ങനെ നമ്മളാണെങ്കിൽ ഈ പാറയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഈ പുറകിൽ കാണുന്ന പാറയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഗൈസ്, ഈ കുഞ്ഞു പാറയുടെ മണ്ടേന്ന് നമുക്ക് ആ വലിയ പാറയിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. കാരണം മരത്തിൻ്റെ വള്ളിയുണ്ട്, അതേ പിടിച്ചാണ് ഇനി കയറേണ്ടത്. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് കയറി, അവർ വരുന്നതേ ഉള്ളൂ. കുറച്ച് അഡ്വഞ്ചറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുഴിയാ ഉണ്ടോ. ഓരോ കെമിക്കൽ എനർജി, ഫിസിക്കൽ എനർജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന പാറകളൊക്കെ വിള്ളൽ വീണിട്ടുണ്ട്. ആണോ, ഭയങ്കര ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ച പാറ അതാണ്. ഇതാണ് കാട്ടിലെ പുഴു. വലിയ പുള്ളിയാ. ഇപ്പൊ കാണിച്ച പുഴു കാട്ടിലെ പുഴുവാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആണ്. കാരണം പ്രഷർ കൂടി ആളുടെ ഒരു വശം തളർന്നു പോകുന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ പുഴുവിന്റെ പേര് ഞങ്ങൾ പെട്ടെന്ന് മറന്നുപോയി. പുഴുവിന്റെ പേര് രമേശ് എന്നാണ്. അപ്പൊ നമ്മൾ ബയോളജിക്കകത്ത് പഠിച്ച രമേശിനെയാണ് നമ്മളിപ്പോ കാണിച്ചത്. നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട് ആൻസിക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ ഇനി അടുത്ത പാറയിലോട്ട് പോകണം. ആൻസി അടുത്ത പാറന്ന് വേറൊരു പാറയിലോട്ട് ചാടാൻ പോകാം. സേഫ്. ഇവക്ക് ചാടാൻ പറ്റത്തില്ല. ഇവക്ക് ചാടണമെങ്കിൽ 5-6 പേര് വരണം. ഇത്രയും പേര് വേണം കുക്കുനെ ചാടിക്കേ. നമ്മള് സേഫായിട്ട് ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാറയിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ 3ാമത്തെ സ്പോട്ടാണ്. ഗൈസ്, ഇത് വലിയൊരു മിസ്റ്ററി ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കാണ് കണ്ടത്. അതുകൊണ്ട് ആ പാറ കിടക്കുന്ന വള്ളിയിൽ കൂടാണ് കയറേണ്ടത്. ഇതേ പിടിച്ചാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇതിൽ കൂടെ കയറണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇവിടെ ഭയങ്കര തെന്നി കിടക്കുക. ചിലപ്പം വീഴും. ഇത് കൊച്ചു പിള്ളേരെ കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം ഹൈറ്റ് പേടിയുള്ളവർക്കൊന്നും ഒട്ടും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന്മാരെ അപ്പുറത്തെ സൈഡ് നോക്കാൻ പോയേക്കുവാണ്. ഗൈസ്, ആ നീലയൊക്കെ വീടാണ്. അതുകൊണ്ട് ഇവിടെയും വീടാണ്. അതൊരു വഴിയാണ് ഗൈസ്. അതൊരു വഴി വെക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ വേറൊരു സ്ഥലത്തൂടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ മൊത്തം അഴുക്കാണ് ഗൈസ്. അയ്യോ, കയറി നിൽക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ്. കാടാണ് മൊത്തം. അപ്പോൾ ആൻസി എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഗൈസ്, ഇപ്പം നമ്മൾ കയറിയ 2 പാറയെക്കാളിലും ഇച്ചിരിയും കൂടെ പാടിയിട്ട് കയറാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൈസ്, അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ ആ 3ാമത്തെ വലിയ പാറയുടെ അവിടോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ്, അവരൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ബാക്കിലാണ്. ഇത്ര പേര് അവരെല്ലാം കയറാൻ ഭയങ്കര കഷ്ടപ്പെടുകയാണ്. ഭയങ്കര കുഴിയാണ് കിടക്കി. സ്നേഹനെ കയറ്റാനുള്ള ശ്രമമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ സ്നേഹ ഇനി കുക്കുനെ കയറ്റാൻ പോവാണ്. കുക്കുനെ പൊക്കി കയറ്റുന്നതാണ് കാണുന്നത്. വലിയൊരു കുഴിയൊക്കെ കണ്ടോ. അപ്പം ഞങ്ങളെല്ലാം കയറി നീ ഈ പാറ മണ്ടക്കോട്ടെ. വലിയൊരു കുഴിയൊക്കെ കണ്ടോ. അപ്പം ഞങ്ങളെല്ലാം കയറി നീ ഈ പാറ മണ്ടക്കോട്ടെ. ഇതൊരു കുക്ക് കൊണ്ടുണ്ടോ നിങ്ങൾക്ക്? ഗൈസ്, ഇപ്പം നമ്മളാണെങ്കിൽ ആ പാറ നമ്മൾ ഇതിൻ്റെ മണ്ടക്കാണ് കയറി. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഗൈസ്, ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഗൈസ്. തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരിച്ച് നമ്മൾ എങ്ങനെയും ഒക്കെ ഇറങ്ങും. നീ പിടിച്ചോ, എന്നെ പിടിച്ചോ. കുഞ്ഞാറ്റെ പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാറ്റെ ഒട്ടും അങ്ങോട്ട് പോകത്തില്ല.
കാലൊന്നും പിടിക്കേണ്ട ജോലി എന്തിനാ? ഗൈസ് നമ്മളങ്ങനെ ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ചാടി. ഇവിടെ ഭയങ്കര കുഴിയാണ് ഗൈസ്. ഇവിടെ ഭയങ്കര കുഴിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് കടക്കുന്നില്ല. വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് കടക്കും. ഗൈസ് നമ്മുടെ അങ്ങനെ അവസാനത്തെ സ്പോട്ട് തീർന്നു. ഇനി നമ്മൾ മെയിൻ റോഡിൽ കൂടെ ഇറങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. കാരണം ഇറങ്ങാണ് ഗൈസ് ഇറങ്ങാനാണ് കുറച്ച് താമസം, അതുകൊണ്ട് എല്ലാവരും തന്നെ തിരിച്ച് കയറി വരുവാണ്. ഇതിന്റെ ഈ കുഴിയൊക്കെ കണ്ടോ? അതിനകത്ത് നമ്മളിപ്പം മലയുടെ മണ്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ വീടായതുകൊണ്ട് നമുക്ക് ഒത്തിരി സൗണ്ട് എടുക്കാൻ പറ്റും. സത്യം ഇത് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന്മാർ കമ്പ് കൊണ്ട് അവിടെ വെച്ചിട്ട് വന്നു ഗൈസ്, അത് എടുക്കാൻ പോയേക്കുവാണ്. സത്യം ഞങ്ങൾ ഇതിൻ്റെ താഴെ നിന്നിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ക്യാമറ കൂടെ മനസ്സിലാവത്തില്ല. ഒരു 5 പാറ അടുപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പാറയാണ് ഇത്. പാറയുടെ പുറവശമാണ്, മുമ്പശമായിരുന്നു നമ്മൾ മുമ്പേ കയറിയ ആവശ്യം. നമുക്കിനി തിരിച്ച് റോഡിൽ കൂടെ തന്നെ പോകാം. അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നാട്ടിലെത്തിയിരിക്കുന്നു. ഇപ്പം മെയിൻ റോഡിലോട്ട് നമ്മൾ ഇറങ്ങിക്കോളൂ. അപ്പം കൊക്ക് ഇറങ്ങി സൂര്യനൊക്കെ അസ്തമിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈപോഡും ഫോണും പിടിച്ച് ഞങ്ങൾ ശരിക്കും ക്ഷീണിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കൂടെ പറ്റുന്നില്ല. എനിക്ക് ഓൾറെഡി പനിയാണ്, അല്ലേ ഞാനിങ്ങനെ ആക്റ്റീവായിട്ട്. സത്യം ഇന്നെന്തോ പറ്റുന്നില്ല. എന്നാലും നമ്മുടെ വീഡിയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇതുവരെ ഞങ്ങളുടെ 2 വീഡിയോസിൽ ഞങ്ങൾ പ്രതീക്ഷനെക്കാട്ടി നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗൈസ് അതിലും വേറൊരു സത്യം, ഞങ്ങളാണെങ്കിൽ ഒരു 100 സബ്സ്ക്രൈബർ കഴിഞ്ഞപ്പോൾ കേക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിന് ഞങ്ങൾ നടന്നില്ല. ആ സമയത്ത് സ്കൂൾ തുറന്നുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ എല്ലാ പിള്ളേരും ആണെങ്കിൽ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് 113 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ 200 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഒരു മിനി കേക്ക് മുറിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്ന ഒരു ഫുൾ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഈ 2 വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അടിച്ചു